വളരെ ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ തന്നെ. ഇന്ന് പിള്ളേർ പാർക്കിൽ പോയപ്പോൾ കൂട്ടത്തിൽ വെറുതെ ഞാനും പോയി. നാളെ ഓഫാണല്ലോ, പുറത്ത് അവരുടെ കൂടെ കുറച്ചു നേരം പോയേക്കാന്ന് വിചാരിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 8 മണിയായി. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, താഴെ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കുറച്ചു നേരം കളിക്കാം, അമ്മ പോയൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കയറി വന്നാൽ മതിയെന്ന്. അങ്ങനെ ഈ ചൂടത്ത് കുളി കഴിഞ്ഞിറങ്ങിയതാണ് ഞാൻ. പക്ഷെ അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആഴ്ച ഇവിടെ ഭയങ്കര ചൂടാട്ടോ. സാധാരണ തല കഴുകി ഇറങ്ങുമ്പോൾ ഞാൻ ഡ്രയർ യൂസ് ചെയ്ത് ഉണക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അതിനുള്ളതൊന്നും ക്ഷമയില്ലായിരുന്നു. ഒന്നാമത് ചൂട്, പിന്നെ തന്നെയല്ല ഇനി ഫുഡ് ഉണ്ടാക്കുകയും വേണ്ടേ. അടുക്കളയിലോട്ട് ഓടിപ്പോകുമ്പോഴും ഇനി എന്തുണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കുറച്ച് മൊസറല്ലയും പൊമദോറയും, അതായത് നമ്മുടെ ടൊമാറ്റോ, അതൊക്കെ ഇരിക്കുന്നത് കണ്ടത്. ഇവിടെ വന്നതിന് പിന്നെ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് കഴിക്കണ ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കിട്ടിയാൽ മതി വിശപ്പ് മാറാനായിട്ട്. സമയം പോയതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിക്കാനായിട്ട് കുറച്ച് കുഞ്ഞു തക്കാളിയും ഇച്ചിരി മൊസറല്ല ചീസില്ലേ, അതും കൂടെ ഇളയാക്കി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവനത് കഴിച്ചോളൂ, അവന് ഇഷ്ടമാണ് മൊസറല്ലയൊക്കെ. മൂത്തതിനാണെങ്കിൽ നമ്മുടെ കട്ട്ലൈറ്റ് ഇല്ലേ, അതിവിടെ കൊത്തലെത്താന്ന് പറയും കേട്ടോ, ആ സംഭവവും ഇച്ചിരി ഈ തക്കാളിയും കൂടെ അവരും ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ച്. അപ്പം പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും, അവർ കഴിച്ചോളും ചെയ്യും കേട്ടോ. മൊസറല്ല ചീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊരു ഗുണമുണ്ട് കേട്ടോ, നമുക്ക് സമയം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ അതും കൊണ്ടാ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാട്ടോ. പിന്നെ അതുമാത്രമല്ല, പെട്ടെന്ന് പരിപാടിയും കഴിയും. എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവർക്ക് ഫുഡ് ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരത് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വേസ്റ്റ് കളയാനുണ്ട്, അതും കൊണ്ട് താഴെ പോയേക്കാന്ന്. അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് കേട്ടോ, ഒരു 9 മണി ആയിട്ടുണ്ടാവും. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഭയങ്കര സെറ്റപ്പാണേ. ഓരോ ദിവസമുണ്ട് ഓരോ വേസ്റ്റ് കളയുന്നത്. പ്ലാസ്റ്റിക്കിനൊരു ദിവസം, അല്ലാത്ത നമ്മുടെ പേപ്പേഴ്സിനൊരു ദിവസം, ഫുഡ് വേസ്റ്റ് ഒരു ദിവസം, അങ്ങനെയാണ് കേട്ടോ. എന്നായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിലും കൂടെ വരുവായിരുന്നെങ്കിൽ ഈ വേസ്റ്റ് അവിടെ എവിടെയും കിടക്കണ പരിപാടി മാറിക്കിട്ടിയേനെ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.